ഹലോ, ടെക്നോ ടിപ്സ് സ്റ്റോറിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഓയിൽ മുഴുവൻ തീർന്ന് പിസ്റ്റൺ ജാമായ ഒരു വണ്ടിയുടെ എൻജിൻ റിപ്പയറിംഗ് വീഡിയോ സീരീസ് ടെക്നോ ടിപ്സ് സ്റ്റോറി ഓൾറെഡി തുടങ്ങിയിരുന്നു. ഈ വീഡിയോ സീരീസിലെ പാർട്ട് 5 വീഡിയോ ആണ് ടെക്നോ ടിപ്സ് സ്റ്റോറിയിൽ നിന്ന്. ഇതുവരെയുള്ള എല്ലാ വീഡിയോകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ സെൻറ്റർ സ്റ്റാൻഡ് ഊരിയെടുത്തുകൊണ്ട് നമുക്കിന്ന് ആരംഭിക്കാം. സെൻറ്റർ സ്റ്റാൻഡ് ഊരുന്നതിന് മുൻപായി അതിൻ്റെ സ്പ്രിംഗ് ആണ് ആദ്യം ഊരേണ്ടത്. സെൻറ്റർ സ്റ്റാൻഡിൽ നിന്ന് ഇറക്കിയതിന് ശേഷം ഒരു ടയറിലേക്ക് ഇതുപോലെ എൻജിൻ സപ്പോർട്ട് ചെയ്ത് വയ്ക്കാം. ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ ഇതുപോലെ പിടിച്ചുകൊണ്ട് തിക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പ്രിങ് അനായാസം ഊരിയെടുക്കാം. ഇനി നമുക്ക് സ്പ്ലിറ്റ് പിൻ അഥവാ ക്വാർട്ടർ പിൻ ഊരിയെടുക്കാനുണ്ട്. ഒരു പ്ലെയർ ഉപയോഗിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ വലിച്ചൂരിയെടുക്കാവുന്നതാണ്. സ്പ്ലിറ്റ് പിന്നിന് ശേഷം ഒരു വാഷറും ഉണ്ടാകും. കുറേ നാളുകളായി ഊരിയെടുക്കാത്ത സെൻറ്റർ സ്റ്റാൻഡ് ആണെങ്കിൽ അതിൻ്റെ പിന്ന് ഊരിയെടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ട് കാണും. അങ്ങനെയാണെങ്കിൽ ഒരു നീളമുള്ള മെറ്റൽ റോഡും ഹാമറും ഉപയോഗിച്ച് മെല്ലെ മെല്ലെ അടിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ സ്റ്റാൻഡിൻ്റെ പിന്ന് നമുക്കിതുപോലെ വലിച്ചൂരിയെടുക്കാവുന്നതാണ്. സ്റ്റക്കായിരിക്കുന്ന പിന്നാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഹാമർ ഉപയോഗിച്ച് അടിക്കേണ്ടി വരും. പിന്ന് ഊരിയെടുത്താൽ സെൻറ്റർ സ്റ്റാൻഡ് ചുമ്മാ എടുത്തു മാറ്റാം. ഇനി നമുക്ക് ബാക്ക് വീൽ ഊരി മാറ്റാം. ഞാൻ വീൽ നട്ട് നേരത്തെ റിലീസ് ചെയ്ത് വെച്ചതാണ്. ഇതിനു വേണ്ടി നമുക്ക് 24 മില്ലിമീറ്റർ റിംഗ് സ്പാനറോ അല്ലെങ്കിൽ 24 മില്ലിമീറ്റർ ഹെക്സ് സോക്കറ്റും മെൽ റോഡുമോ ഉപയോഗിക്കാവുന്നതാണ്. നട്ടിന് ശേഷമുള്ള വാഷറും കൂടി ഊരി കഴിഞ്ഞാൽ നമുക്ക് വീലെടുത്ത് മാറ്റാവുന്നതാണ്. അതിനുശേഷം ബ്രേക്ക് ഷൂവും നമുക്ക് എടുത്തു മാറ്റാം. ഓയിൽ പമ്പ് വീൽ ഊരിയെടുക്കാനായി ഈ 2 10 മില്ലിമീറ്റർ ബോൾട്ടുകൾ നമുക്കൊരു ടീ സ്പാനർ ഉപയോഗിച്ച് ഊരി മാറ്റാം. ഈ ബോൾട്ടുകളിൽ ഒരെണ്ണം വളരെ നീളം കുറഞ്ഞതും രണ്ടാമത്തേത് നല്ല നീളമുള്ളതുമാണ്. ഓയിൽ പമ്പിൻ്റെ ക്യാപ്പ് ഊരാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലെ മെല്ലെ തട്ടിക്കൊടുത്തതിന് ശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ശ്രദ്ധാപൂർവം ഒന്ന് കുത്തിയിളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ എൻജിൻ കേസിൽ സ്ക്രാച്ച് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം അതിലൂടെ ഓയിൽ ലീക്കിംഗ് വരാൻ സാധ്യതയേറെയാണ്. ഇനി നമുക്ക് ഓയിൽ പമ്പിൻ്റെ വീൽ മെല്ലെ പൊക്കിയെടുക്കാവുന്നതാണ്. ക്രാങ്ക് കേസിൻ്റെ ബോൾട്ടുകൾ ഇനി നമുക്ക് ഊരി തുടങ്ങാം. ആദ്യം ഈ 3 ബോൾട്ടുകൾ നമുക്ക് ഊരാം. 10 മില്ലിമീറ്റർ ടീ സ്പാനർ നമുക്കിവിടെ ഉപയോഗിക്കാം. ചില ക്രാങ്ക് ബോൾട്ടുകളുടെ നീളത്തിലും വ്യത്യാസമുണ്ട്. അതെല്ലാം അഴിക്കുന്ന സമയത്ത് ഓർത്ത് വയ്ക്കാം. ഇനി മറന്നുപോയാലും കുഴപ്പമില്ല, നമുക്ക് അതിനുള്ള ടിപ്സൊക്കെ അന്നേരം പറഞ്ഞു തരാവുന്നതാണ്. ഈ ഭാഗത്തുള്ള ബോൾട്ടിൽ ഏറ്റവും നീളം കൂടുതലുള്ളത് ഇതിനാണ്. അടുത്ത 4 ബോൾട്ടുകൾ കൂടി നമുക്കിനി ഊരിയെടുക്കാം. ഈ 4 ബോൾട്ടുകൾ ഊരാനും നമുക്ക് 10 മില്ലിമീറ്ററിൻ്റെ ടീ സ്പാനർ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെയും ബോൾട്ടുകളുടെ നീളത്തിൽ വ്യത്യാസങ്ങളുണ്ട്. എൻജിൻ തിരികെ അസംബ്ലി ചെയ്യുമ്പോൾ അതെല്ലാം വിശദമായി പറഞ്ഞുതരാം. പൊക്കിയെടുക്കാൻ കഴിയാതെ പോയ ബോൾട്ട് ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് മെല്ലെ കുത്തിപ്പൊക്കാവുന്നതാണ്. ഒരു സോഫ്റ്റ് ഹാമർ ഉപയോഗിച്ച് മെല്ലെ എൻജിൻ്റെ ഇരുവശങ്ങളിൽ ഇതുപോലെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ക്രാങ്ക് കേസ് രണ്ടും സെപ്പറേറ്റ് ആവുന്നതാണ്. ഇതാണ് ക്യാം ചെയിൻ അഥവാ ടൈമിംഗ് ചെയിൻ എന്നറിയപ്പെടുന്നത്. ക്രാങ്ക് ബാക്കിയുള്ള എൻജിൻ കേസിൽ നിന്നും ഊരിയെടുക്കാനായി ഒരു ടയറിൻ്റെ പുറത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം നേരത്തെ ഉപയോഗിച്ച സോഫ്റ്റ് ഹാമർ ഉപയോഗിച്ച് ഇരുഭാഗങ്ങളിലും മെല്ലെ മെല്ലെ തട്ടിക്കൊടുത്താൽ മതി. മുഴുവനും ഓയിലും തീർന്നതുകൊണ്ട് ഇവിടെ കണക്റ്റിംഗ് റോഡും പിസ്റ്റണും ജാമായ അവസ്ഥയിലായിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എങ്ങനെ ഗിയർ ബോക്സ് ഡിസസംബ്ലി ചെയ്യാമെന്നുള്ളതാണ്. എൻജിൻ ഡിസസംബ്ലിംഗ് വീഡിയോ സീരീസിലെ അവസാനത്തെ ഭാഗമായ പാർട്ട് 6-ൽ എങ്ങനെ ഗിയർ ബോക്സ് ഡിസസംബ്ലി ചെയ്യാമെന്നുള്ള വീഡിയോയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 6 വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്